ഹായ്, ഞാൻ ഇന്ന് നമ്മുടെ മലയാറ്റൂർ പള്ളിയിൽ പോവാണ്. നമ്മൾ പൊന്നിൻകുരിശ് മുത്തപ്പൻ്റെ പൊന്മല കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നമ്മുടെ ആദ്യത്തെ തീർത്ഥാടന യാത്രയാണ്. നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് പോകാം അല്ലേ. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് വണ്ടിക്കാരനായിട്ട് അവലൂസ്, അതുപോലെ തന്നെ ആമിൻ മദർ, സിസ്റ്റർ അനിമിത്ര. ഓക്കെ, നമ്മൾ ഏകദേശം എത്താറായി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തൊരു സ്ഥലത്താണ് ഒരു ക്യാമ്പയിൻ പോലെ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. മഹിമമ്മി വീട്ടിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. നല്ല വാഴയിലയിൽ പൊതിഞ്ഞ് ചോറും നല്ല തേങ്ങ കൊത്തിട്ട ഒരു തോരനും മുട്ട പൊരിച്ചതും പിന്നെ ഒരു മീൻ കറിയും ഉണ്ടായിരുന്നു. ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ചിക്കൻ കറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു സൗഹൃദത്തിലിരുന്ന് ഇങ്ങനെ കഴിക്കുക ഒരു 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 ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതുപോലത്തുള്ള ഓരോ യാത്രകളാവട്ടെ, ഓരോ സൗഹൃദങ്ങളാവട്ടെ, പുതിയൊരു കൂട്ടായ്മ ആവട്ടെ, നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എയർപോർട്ടിനടുത്ത് ഇരുന്ന് കഴിച്ചെന്നല്ലേ പറഞ്ഞത്. സോ അതിനടുത്തുകൂടി ഇങ്ങനെ ഒരു എയ്റോപ്ലെയിൻ ഫ്ലാസ് ചെയ്യുന്ന നമ്മളൊരു ഭയങ്കര സന്തോഷമായിരുന്നു അതും കൂടെ കണ്ടപ്പം. ഓൾമോസ്റ്റ് നമ്മൾ പള്ളിയുടെ ഗ്രൗണ്ട് എത്തി. പാർക്കിംഗ് ഫുള്ളാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഏകദേശം ഒരു 8:30 ആയപ്പോഴാണ് നമ്മൾ പള്ളിയുടെ ഗ്രൗണ്ട് എത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും ഗ്രൗണ്ടിനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ല ചൂടെടുത്ത് തുടങ്ങി. കാരണം അത്രയും തിരക്കായിരുന്നു അവിടെ താഴെ ഫുള്ള്. അത് കഴിഞ്ഞ് നമ്മൾ മല കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ ഹാൻഡ് ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല. നമ്മുടെ കയ്യിലുള്ള തിങ്സും പവർ ബാങ്ക് ആവട്ടെ, വെള്ളമാവട്ടെ, മേലേക്കുള്ള സാധനങ്ങളാവട്ടെ, നമുക്ക് നേർച്ചയുള്ള സാധനങ്ങളാവട്ടെ, പൈസ ആവട്ടെ, എല്ലാം ക്യാരി ചെയ്യാൻ പറ്റിയൊരു ഹാൻഡ് ബാഗാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സിന് ഒട്ടും മാച്ചില്ലാത്തൊരു ഷൂ ആയിരുന്നു ഇട്ടിരുന്നത്. കാരണം എനിക്ക് മല കയറാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിളിന് വേണ്ടിയിട്ടാണ് ആ ഷൂ എടുത്തത്. ഒന്നാമത്തെ മല എത്താൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കഠിനാധ്വാനം ചെയ്തു. കാരണം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കിങ്ങനെ ഒരു ബ്രീതിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അത്ര ഇങ്ങനെ കയറി വരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ 3 പേരും ക്രിസ്ത്യൻസാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദുസ്. അപ്പോൾ അവരെനിക്ക് അവിടുത്തെ ആചാരങ്ങളെ പറ്റിയിട്ടായാലും അവിടെ പള്ളി ഉണ്ടായ തോമാസ് ലീഗയെ പറ്റിയിട്ടായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ 14ാമത്തെ മല വരെ എത്തിയത്. കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഒട്ടും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് അവിടം വരെ എത്താൻ പറ്റിയതിൽ ഒരു 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 വളരെ വലിയൊരു പങ്ക് നിങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയ കുരിശ് നമ്മൾ അവിടെ സമർപ്പിച്ചു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അവരുടേതായ ഒരു ചിട്ടയോടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അവിടുത്തെ അത്ഭുത കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്തു. പണ്ട് തോമാസ് ലീഗ ഇവിടെ താമസിച്ചപ്പം ഉണ്ടാക്കിയതാണ് ഈ ഒരു കിണറെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ തോമാസ് ലീഗയുടെ കാൽപാദങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടാണ് കേട്ടോ തിരിച്ചിറങ്ങുന്നത്. പിന്നെ ഒരുപാട് പ്രായമായ ആൾക്കാർ ഇറങ്ങുന്നതും കയറുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി കുളിച്ചിട്ടാണ് തിരിച്ചു പോകണത്. കാരണം ഭയങ്കര വിയർപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. സോ അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു പുഴയിൽ ഇറങ്ങി കുളിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എനിക്കൊന്ന് ആറാട്ടുകടവ് എന്തോന്നോ ആണെന്ന് തോന്നുന്നു സ്ഥലത്തിൻ്റെ പേര്, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് തിരിച്ചൊരു പള്ളിയിലും കയറി തൊഴുത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. സോ അതിനിടയിലുള്ള എൻ്റെ ഓരോരോ കോപ്രായങ്ങളാട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മളോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സെൽഫി എടുക്കില്ലേ, അതുപോലെയൊക്കെ എടുക്കുന്ന ഓരോരോ വീഡിയോസാണ് ഇതിനകത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഒരു യാത്ര പോകാനായാലും പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനായാലും പുതിയ പുതിയ മതത്തിൽ വിശ്വസിക്കുന്നതിലായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇതെല്ലാം കഴിയാറായി. താങ്ക് യു സോ മച്ച് കൂടെ നിന്ന് എല്ലാവർക്കും. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.